എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാലയുടെ അല്ലേ? അതെ അതെ അതെ. ഞാൻ എന്റെ ദൈവത്തിന്റെ അങ്ങേറ്റത്തെ അനുഗ്രഹം ഇതുവരെ അപ്പൊ ഇത് കേക്കണ്ട. ഇന്നേ വരെ എനിക്ക് ആ കറിവേപ്പിലിട്ട് വേവിച്ചിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മള് അപ്പയോട് പറഞ്ഞ അപ്പത്തിനുള്ള സ്വല്പം കള്ളൊക്കെ മേടിക്കാൻ പോയതാണ്. പല പരിപാടികളുണ്ട്, അപ്പം അത് കൊണ്ടുവരും, കാണിക്കാം കേട്ടോ നിങ്ങളെ. പാലപ്പവും മട്ടൺ സ്റ്റൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാലുണ്ട്, ബ്രെഡുണ്ട്. അതെ, ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? ഭയങ്കര തിരക്കാ. മീൻകട പോയോ? അന്നാ ഞാനും വരുമായിരുന്നില്ലേ? പിന്നെ അപ്പൊ മീൻകട പോകുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്നാ ഞാനും വന്നേനെ. അപ്പ അവിടെ പോണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞില്ല. ഞാനും വന്നേനെ അവിടെ കേറൂന്നുണ്ടായിരുന്നെങ്കി. ഫ്രീസറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? പലതും ഉണ്ട്. പനീറൊക്കെ അതിൽ കിടപ്പുണ്ട്. ഇന്നാൾ ആരോ ചോദിച്ചു കേട്ടോ, പനീർ എന്തിനാ ഫ്രീസറിൽ വെക്കണേന്ന്. അടക്കട്ടെ, അടച്ചോ. പനീർ ഫ്രീസറിൽ വെക്കണത് ഫ്രീസറിൽ വെക്കേണ്ടിയിട്ടല്ല. ഇവിടെ കുറച്ച് 2 പാക്കറ്റ് ഓൾറെഡി മേടിച്ചാലും ഞാൻ ഈ ഡീപ് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചതാ. മറ്റേ ഫ്രീസറിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പാലും തേങ്ങ ഇരട്ടി ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അതിലേക്ക് തിറക്കേണ്ട. ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കൊണ്ടുപോയി വെച്ചതാ. പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് ഫ്രീസ് ചെയ്ത് വെക്കണം. പനീറിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല, അത് പുതിയ അറിവാ. അത് ഞാൻ അധികം അങ്ങനെ അതിലേക്ക് ഉപയോഗം ഇല്ലാത്തതുകൊണ്ടേ. അതിന്റെ ആള് ഞാനാ. അതെ, പനീർ ഗ്രീൻ പീസിന്റെ ഒക്കെ ആള്. കറി കട്ട് നോക്കട്ടെ ഇവിടത്തെ പരിപാടി. തിളച്ച് വരുന്നുണ്ട്. അടപ്പങ്ങ പൊക്കി വെക്കാൻ. ഇതെന്തിനാന്ന് പറയാട്ടോ, മഞ്ഞപ്പൊടി. അതെന്നാന്നറിയാവോ ഇങ്ങനെയൊക്കെ പറയണേ? ഉച്ചക്ക് കൃത്യം 1 മണിയായി. മല്ലിപ്പൊടി അത് മതി. പിന്നെ മീറ്റ് മസാല ഇടേണ്ടത്, അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണാം. എരിവ് മുളക് പൊടി കേട്ടോ. അപ്പൊ അത്രയും സംഗതികൾ ഇട്ടേച്ചേ ഒന്ന് ഇളക്കട്ടെ കേട്ടോ. കൈമറ്റി എന്ത് ചൂടാക്കാൻ. ഇത് സവോള വഴറ്റിയതാണെന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു തകരാറുമില്ല. കയ്യിലേലിരിക്കുന്നത് സവോള വഴറ്റിയതാട്ടോ. ഇനിയില്ലേ മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല ഇത് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടന്റെ കറിക്കട്ട റോസ്റ്റ് ചെയ്യാനാ. അപ്പൊ അത് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് കിട്ടിയത് നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഉപ്പ് മാത്രം പുരട്ടി 1 സവോളയും 1 പൊട്ടറ്റോയും 2-3 പച്ചമുളകും കൂടെ റോ ഫോമിൽ തന്നെ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉപ്പ് പുരട്ടി വെച്ചേക്കണത് കേട്ടോ. ഇനി ഞാനൊരു തുണി എടുത്തോട്ടെ, ഇതൊന്ന് അതിലേക്ക് മിക്സ് ചെയ്യാൻ പൊടികൾ കേട്ടോ. മിക്സ് ചെയ്തേച്ച് നമുക്കില്ലേ വെളുത്തുള്ളി ഇഞ്ചി അരച്ചു വെച്ചേക്കണ ആ ജ്യൂസ് എന്നാ വയൽ തന്നെ അരച്ചു വെച്ചേക്കണ അരപ്പങ്ങ് ചേർക്കാം. അത് ആ പാത്രം ഒഴിവാക്കി വെച്ച് വേറെ ഇനി അരച്ചു വെക്കുകയും ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കുറച്ചേ ഉള്ളൂ. അപ്പം ഇത് 1/2 kg കറിക്കട്ടല്ലോ. 1/2 kg ആണ്. അപ്പം ഞാൻ കയ്യിൽ കൊണ്ട് ഇളക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും പൊടി ചൂടാ. അപ്പം അതിലേക്ക് അങ്ങ് മിക്സ് ആയിക്കോട്ടെ. ഇത് മിക്സായി കുറച്ചു നേരം ഒന്ന് സെറ്റാവാൻ വെച്ചിട്ടാട്ടോ നമ്മൾ വേവിക്കാൻ വെക്കുള്ളൂ. ഒരു 10-20 മിനിറ്റ് ഇരുന്നാൽ അതിലേക്കൊക്കെ പിടിച്ചോളും. അപ്പം ഇത് ഈ പൊടികൾ മിക്സ് ആവുന്നതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നോക്കാം. ഇതങ്ങ് ചേർക്കാം കേട്ടോ. ഇതില് റിബ്സ് ചേർത്തിട്ടുണ്ടോ? റിബ്സിന്റെ ഒരു സ്വല്പം കഷ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 പീസ്. അത് ഞാൻ ചെറുതാക്കി. റിബ്സ് ഇച്ചിരി വലുത് അതുകൊണ്ട് അതെ എല്ലിന്റെ പീസ് പോലെ കിടക്കണത്. 4-5 പീസും ഉണ്ടായിരുന്നുള്ളത് ഞാൻ 2 കട്ട് ചെയ്തെടുത്തു കേട്ടോ. ബാക്കി എല്ലാം ഞാൻ കൊണ്ടുവന്ന കറിക്കട്ട് വന്നത്. കറിക്കട്ട് കണ്ടാൽ നിനക്ക് അറിയാലോ. നീ അവിടെ നിന്ന് വലിപ്പം അനുസരിച്ച് ഇത് റിബ്സിന്റെ വലിപ്പം അനുസരിച്ച് നീ കട്ട് ചെയ്ച്ച് മേടിച്ചാന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഓൾറെഡി ചേർത്തതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം അതെല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാനായിട്ട് ഇരിക്കണം.
അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 6 വിസിൽ എന്തായാലും അടുപ്പിക്കണം, എന്നാലേ വേവുള്ളൂ. 6 വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് ആവി പോയി കഴിയുമ്പോൾ തുറന്നു നോക്കാം. എന്നിട്ട് വെന്തട്ടില്ലെങ്കിൽ പിന്നെയും വേവിക്കാം. അപ്പൊ അത് നിങ്ങളോട് പറയുകയും കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ആവട്ടെ, അവിടെ ഇരുന്ന മൂടി വെക്കാം കേട്ടോ. ഇങ്ങനെയില്ലേ അരപ്പ് പുരട്ടി, അരപ്പെന്ന് പറയാൻ പറ്റൂല കേട്ടോ, പൊടികളെല്ലാം ചൂടാക്കി വെച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മട്ടണിലേക്ക് മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. ഒരു അരമണിക്കൂറോളം മിക്സിങ് നടത്തി അത് ഇരുന്നു കൂട്ടാം. അപ്പൊ ഇനി നമുക്ക് അടയ്ക്കാം. അടച്ച് 6 വിസിൽ അടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തതിന് ശേഷം ആവി പോയിട്ട് തുറന്നു നോക്കാം. വെന്തില്ലെങ്കിൽ വീണ്ടും വേവിക്കാം. അന്നേരം നിങ്ങളെ കാണിക്കാം. ഓക്കെ. ഉച്ചയ്ക്ക് 1:15 ഞങ്ങൾ മീൽസ് കഴിച്ചില്ല. ഇനി ഈ പരിപാടി കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് ഇന്ന് കുക്കിംഗ് വൈൻഡപ്പ് ചെയ്യുള്ളൂ. കുക്കിംഗ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തറവാട്ടിൽ പോകാനുണ്ട് രാത്രി. തറവാട്ടെന്ന് പറഞ്ഞാൽ പപ്പയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നാ ഞങ്ങൾ പറയണം. തറവാട് അപ്പറയാ, അതിന്റെ അപ്പറയാണ് അപ്പച്ചന്റെ തറവാട്. ഇനിയിപ്പോ ഇതില്ലേ വേവിച്ച് മട്ടൻ മട്ടൻ അടയ്ക്കുവാണേ. ഇല്ലേ വർഷമല്ല, വെയിറ്റിംഗ് എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് വർത്താനം പറയാം. വെയിറ്റുകളെല്ലാം സൂക്ഷിച്ചു വെച്ചേക്ക. മാറ്റി വെക്കും. 7 വിസിൽ അടുപ്പിച്ചൂലേ ഇതിനെ? തുറന്നു നോക്കാം. നെയ്യാട്ടോ. നല്ല നെയ്യുണ്ട്. മഴ പെയ്യോ ഇന്ന്? കാറ്റൊക്കെ വീശുണ്ട്. ഇതൊക്കെ കറിക്കട്ടെ. റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാണേലും അത് കടിച്ചു തിന്നാവുന്ന എല്ലാന്നാ പറയണേ. നല്ല സോഫ്റ്റ്. ശരിക്കും എന്ത് വെച്ചാ ചൂടാ, ശരിക്കും എന്തോ 7 വിസിൽ അടിച്ചു കേട്ടോ. അപ്പൊ ചോദിച്ചു മട്ടൻ എന്നാ ചെയ്യാനാണ്. റോസ്റ്റാന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ ഇച്ചിരി നേരം പോയി കിടന്നായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ, നിങ്ങൾ കണ്ടതാണ്. ഇതിൽ നെയ്യും ഉണ്ട്, പിന്നെ ഇറച്ചിന്ന് സ്വല്പം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ. അപ്പൊ അതൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ. റോസ്റ്റ് ചെയ്യാനുള്ളതാകുമ്പോ പിന്നെ അങ്ങനെ ചാറ് വേണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പൊട്ടറ്റോ ഇടുന്നതുകൊണ്ട് ചെറിയ കുഴഞ്ഞ പോലെ ഇരിക്കും. അത് പൊട്ടറ്റോ ഇടുന്നത് ഇവിടെ താല്പര്യം ആയതുകൊണ്ടാട്ടോ. ആ എല്ലിന്റെ സൗണ്ടാ കേട്ടത്. അപ്പൊ ഇത് ഇവിടെ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് അടിച്ച് വെക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില പാത്രം നോക്കിയപ്പോഴേ അതിൽ മുഴുവനും തീർന്നിരിക്കുക. ഇനി ഞാൻ ഉലർത്തി കഴിഞ്ഞിട്ട് കുറച്ച് വേപ്പില എടുത്തുകൊണ്ട് കഴുകി ഇതിലേക്ക് ഡിസ്പ്ലേക്ക് എടുക്കാം കേട്ടോ. വേപ്പില പറിച്ചതില്ലാതെ ഒന്നാമത് വേനലായതുകൊണ്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും വേപ്പില ഇങ്ങനെ ഉണങ്ങി വല്ലാത്തൊരു പരിവട്ടിൽ ഇഷ്ടംപോലെ വേപ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ പുഴുക്കുത്തൂടൊക്കെ ആയിട്ട് അപ്പം നോക്കി പറിക്കണം, താഴത്തേക്ക് ഇറങ്ങിപ്പോണം. ഉലർത്തി കഴിഞ്ഞിട്ട് പറിക്കണം, നമുക്ക് മീതെ വേണം കേട്ടോ. അപ്പം 2 തരം ഉള്ളി ചതച്ചു. ഉള്ളി മൂത്തു തുടങ്ങി. അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണേ. എരിവിൻ്റെ ആവശ്യത്തിന് ചതച്ച് ചേർക്കണമെന്നല്ല ഞാൻ ചതയ്ക്കാൻ പോലതേ അങ്ങനെയാ ചേർത്തല്ലേ. എരിവും മുളക് പൊടി അതൊക്കെ നമ്മുടെ ഒരു ഇതായി പെട്ടെന്ന് അങ്ങനെ ഇട്ടു, അത്രയേ ഉള്ളൂ. അത് ഇതിന് മാത്രം ഇതൊന്നുമില്ല, ഓരോന്നും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ല. 2 പൊടി ഏതായാലും ഉലർത്താൻ ചേർക്കാനുള്ള എരിവ് സാധനമല്ലേ. അപ്പം അതിലേക്ക് ചേർത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇല്ലേ നിങ്ങൾ പറഞ്ഞു നോക്കിയിരുന്നാലേ ഇത് ഓരാട്ടോ വേറെ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് വർത്താനം പറയാലോ എന്ന് കരുതിയ പാറ്റിലും കിടക്കണ്ടേ. സിലിക്കോൺ ആട്ടോ ഇതല്ലേ, നല്ലതാണ്. ഉരുകൊന്നുമില്ല കേട്ടോ, എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. ഇപ്പം സിലിക്കോണൊക്കെ ഇപ്പം ഉപയോഗിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. വേപ്പിലേക്ക് പോവുകയാണോ? വേപ്പിലേക്ക് പോവും. അപ്പോൾ വരാം, ഞാനും വരാം. നല്ല ഒന്നാന്തരം മട്ടൺ റോസ്റ്റാണ്. നമുക്കേ വേപ്പില പറിച്ചോണെന്ന് വെച്ച് നീ കാണിക്കാം. അതല്ലേ നല്ലതാ. അതെ, നല്ല സ്മെല്ല് തന്നെ മസാലയുടെ അല്ലേ. അതെ അതെ അതെ. വേപ്പിലെല്ലാം ഉണങ്ങി നിൽക്കുക. അതെ, എന്റെ പൊന്ന്. അപ്പൊ കറിവേപ്പില എടുക്കാം. ഈ അടുത്ത് നിൽക്കണ വേപ്പേനങ്ങ് എടുക്കാം. ഇനി അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റൂല, എല്ലാത്തിലും ഇല പൊഴിഞ്ഞ് നിൽക്കുവാട്ടോ. കരിയിലാമ്പീച്ച. അതിന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അതിലും ഒന്നുമില്ല. അരിയപ്പ 2 പ്രാവശ്യം മാവിന്റെ കൊമ്പ് വീണ് പോയി. ഒരു പ്രാവശ്യം അതിമഴ വന്ന് ചീഞ്ഞു പോയി. 3 ഇത് 2 4ാമത്തെ അരിവേപ്പ. ഇതെങ്ങനെയാ വെച്ച് വളയ്ക്കണത്? ഇതിലും വലിയ ഗതികേടായല്ലോ ഇവിടെ വന്നത്. എന്നാൽ അവിടെ തന്നെ പോകാം. പോരെ, ഇവിടുന്ന് വളയ്ക്കാൻ പറ്റില്ല. ഇത്രയും വലുതല്ലേ ഇതിന് ഇല പൊഴിഞ്ഞ് നിൽക്കുവാതെ. സൂര്യൻ ഒളിഞ്ഞു നോക്കണ്ട്.
കണ്ണിലേക്ക് തെറിച്ച് ഓ നിഷറ് കടിക്കണ്ട്. കഴുകി വേപ്പില ഇട്ടു. ഇനി വേപ്പിലയുടെ ടേസ്റ്റ് വരണ്ടേ? ചുമ്മാ വേപ്പില കാണാൻ മാത്രം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പുലർത്തുമ്പോഴായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങൾ നല്ലവരായ കുറെ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ച് ഇന്നേ വരെ അതിന് ശേഷം സാധനങ്ങൾ വേവിക്കുമ്പോ കുക്കറിൽ കറിവേപ്പില ഇടാറില്ല കേട്ടോ. ഞാൻ എന്റെ ദൈവത്തിന്റെ അങ്ങേറ്റത്തെ അനുഗ്രഹം ഇതുവരെ അപ്പൊ ഇത് കേക്കണ്ട കഴിഞ്ഞു. എന്നാ കുക്കർ എടുക്കണ്ടെന്ന് പറയും. ഇന്നേ വരെ എനിക്ക് ആ കറിവേപ്പില ഇട്ട് വേവിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ വളരെ ശരി. അത് അടഞ്ഞു കഴിഞ്ഞാൽ വേറെ പോയില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇനി ഇതിലിരുന്ന് വേപ്പിലയുടെ സത്ത കയ്യിലേക്ക് ഇറങ്ങണം. ഞാൻ ഇച്ചിരി പിച്ചിക്കറിയൊക്കെ ആട്ടോ ഇട്ടാക്കണം. അപ്പൊ അതെ കിടിലൻ മട്ടൺ റോസ്റ്റ് റെഡിയായി. ഇനി ഒരു കാര്യം ചെയ്തേ, ഒരു പീസ് തരാൻ. ചൂടാണ് ഇറച്ചി. അപ്പയ്ക്കൊന്ന് കൊടുക്കാം. എന്നാ ഞാൻ പ്ലേറ്റിൽ എടുത്തു തരാം. കിടിലൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. ഹാഫ് kg ധാരാളം ഉണ്ടല്ലേ. പിന്നെ ഒരു ഹാഫ് kg നമ്മള് സ്റ്റൂന് എടുത്തിട്ടുണ്ട്. റിബ്സ്. അതിലെ റിബ്സിൽ ഞാൻ 2-3 പീസ് ഇച്ചിരി അധികം ഓർത്തെടുത്ത് വെച്ചാടി ഇതിന് വേണ്ടി എടുക്കാൻ നോക്കി. പോരെ കിടിലൻ. നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൺ റോസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം കണ്ടു കൊതി വരുന്നുണ്ട്. ഇത് നമ്മൾ ആ മഴ തുടങ്ങുന്നതിന് മുമ്പുള്ള സമയമില്ലേ, ചൂടുണ്ടായിരുന്ന നല്ല തീക്ഷ്ണമായ ചൂടുണ്ടായിരുന്ന സമയം, ആ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നമ്മളൊന്ന് ഉപ്പ് നോക്കാൻ വേണ്ടി കഴിക്കില്ലേ, അത് ഞാൻ കഴിക്കാനെടുത്തതാണ് കേട്ടോ. അടുപ്പത്തുനിന്ന് നല്ല ആവി പറക്കണ ചൂടോടുകൂടി വാങ്ങുമ്പോൾ ഉള്ള ഒരു രുചിയൊന്നും വേറെ തന്നെയാ അല്ലേ. അങ്ങനെ മട്ടൺ റിബ്സ് റോസ്റ്റും പൊറോട്ടയും സാലഡും ആകട്ടെ ഇന്നത്തെ അത്താഴം. അതെ 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 അതെ. ഇനി കൊടുക്കാം. ഞാനും അപ്പോ മട്ടൺ റോസ്റ്റ് കഴിക്കാൻ എടുക്കാൻ പോവാണ്. അമ്മയാണ് എനിക്ക് ഇട്ട് തരുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണോണ്ടാ. അത്രയൊക്കെ ചൂടായത് മതിയെന്നേ. ഞാൻ ഇട്ടോ ഇതാക്കട്ടെ. ഈ സ്പാറ്റിലെ കൊണ്ട് സുഖം ഇങ്ങനെ വലിക്കാം. കഴിച്ചോളൂ. യെസ്, ഇനി നമുക്ക് കഴിക്കാൻ എടുക്കാം. കഴിക്കുക, അതാണ് ഡ്യൂട്ടി. പൊറോട്ടയുടെ കൂടെ ശരിക്കും നമുക്ക് എന്ത് ഡിഷാണെങ്കിലും, ഈവൻ ഒരു മുട്ടക്കറി ആണെങ്കിലും പോട്ടെ, ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ തന്നെ അത് ഭയങ്കര കോമ്പിനേഷനാണ് അല്ലേ. കാരണം പൊറോട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അധികമൊന്നും കഴിക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ, വല്ലപ്പോഴും. പിന്നെ വീറ്റ് പൊറോട്ട കിട്ടുവാണെങ്കിൽ അത് വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതെ, പൊറോട്ടയുടെ കൂടെ ഈ നല്ല ചൂട് മട്ടൺ റോസ്റ്റ് ഒരു ഇത്തിരി ചിക്കി എടുത്ത് തീർന്നിട്ടില്ല, അതിൻ്റെ കൂടെ നമ്മുടെ വെജിറ്റബിൾ സാലഡ്, ഒണിയൻ ആൻഡ് ടൊമാറ്റോ സാലഡും കൂടെ ചേർത്തങ്ങ് കഴിക്കുമ്പോൾ ഉള്ള ഒരു രുചിയുണ്ടല്ലോ, ഹെവൻലി ടേസ്റ്റാണ് കേട്ടോ. ഓ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ സത്യത്തിൽ എനിക്കിത് കഴിക്കാൻ കൊതിയാനുണ്ട്. നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഉച്ച സമയത്ത് കഴിക്കണം നല്ലത്. കാരണം പൊറോട്ട ഇത്തിരി ഹെവി അല്ലേ. ഞങ്ങൾ കഴിച്ചപ്പോൾ അത് ഡിന്നർ സമയം ആയി പോയി എന്നുള്ളൂ. ബട്ട് എനിവേസ് നേരത്തെ കഴിച്ചാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണെങ്കിലും ഒരു 6:30 ആകുമ്പോൾ കഴിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. നല്ല ഹെവൻലി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ, രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ, ടേക്ക് കെയർ, സീ യു.